നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ രൂക്ഷ വിമർശനം. LDF ജനങ്ങളിൽ നിന്ന് അകലുന്നതായി കൗൺസിലിന്റെ ആശങ്ക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിലയിരുത്തൽ. തിരുത്തൽ നടപടികളുണ്ടായില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ജില്ലാ കൗൺസിലിന്റെ മുന്നറിയിപ്പ്. +1 സീറ്റ് വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിയമനിർമ്മാണ സഭ തല്ലിപ്പൊളിച്ചവർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് ജിനാസ്. കാരുണ്യത്തിന്റെ യുവത്വമായി DYFI. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്. വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച ₹1 കോടി യുവാവിന്റെ കുടുംബത്തിന് കൈമാറി. ഇന്ന് ദേശീയ വായനാ ദിനം. വായനാ ദിനാചരണം കേരള ഗ്രന്ഥശാല സംഘം ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ സ്മരണയിൽ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിനും തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI പാലക്കാട് ജില്ലാ കൗൺസിലിലും രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI ജില്ലാ കൗൺസിൽ വിലയിരുത്തി. തെറ്റിദ്ധരുത്തൽ അനിവാര്യമെന്നാണ് കൗൺസിലിന്റെ നിരീക്ഷണം. LDF ജനങ്ങളിൽ നിന്നകന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് CPI പാലക്കാട് ജില്ലാ കൗൺസിൽ വിലയിരുത്തി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ലഭിക്കാത്തതും തിരിച്ചടിയായെന്ന് കൗൺസിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം KE ഇസ്മായിലിനെതിരെയും വിമർശനമുയർന്നു. സർക്കാരിനെതിരായ പരസ്യ പ്രസ്താവനയിലാണ് KE ഇസ്മായിലിന് ജില്ലാ കൗൺസിൽ വിമർശനം നേരിട്ടത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടിയിരുന്നത് പാർട്ടി വേദിയിലാണെന്നാണ് യോഗത്തിന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMൽ ഉടൻ തെറ്റിതിരുത്തൽ വേണമെന്നും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്നും മുന്നണിക്കിത് തിരിച്ചടിയാകുമെന്നും CPI വിലയിരുത്തുന്നു. മണ്ഡലാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CPI ജില്ലാ കൗൺസിലിലെ ചർച്ച നടന്നത്. മറ്റ് പല ജില്ലകളിലും എന്ന പോലെ പാലക്കാട് ജില്ലാ കൗൺസിലിലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിയമനിർമ്മാണ സഭ തല്ലിപ്പൊളിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് ജിനാസ്. +1 സീറ്റ് വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജിൻഷാദ് ജിനാസ്. 1ഉം 2ഉം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും 10ാം തരം ജയിച്ച പകുതിയോളം വിദ്യാർത്ഥികൾക്ക് +1 സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അനാവശ്യമായി വിജയശതമാനം ഉയർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 48,000 വിദ്യാർത്ഥികൾ വിജയിച്ച പാലക്കാട്ട് 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പഠിച്ചു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കുമുണ്ടാകുന്ന ആശങ്ക സർക്കാർ കാണുന്നില്ല. ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാതെ മണ്ടൻ തീരുമാനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ജിൻഷാദ് ജിനാസ് പറഞ്ഞു. ഇത് കേവലം ഒരു പാലക്കാടിന്റെ വിഷയം മാത്രമല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇത് സമാനമായ ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിൽ സ്കൂളുകളിൽ, ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയവർക്ക് വാരിക്കോരി അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, സർക്കാരിന്റെ നേട്ടത്തിന് വേണ്ടി അനാവശ്യമായി വിജയ ശതമാനം ഉയർത്തി. ആ വിജയ ശതമാനം ഉയർത്തിയതിന്റെ പേരിൽ ഇവിടുത്തെ കുട്ടികൾ, ഒട്ടനവധിയായ കുട്ടികൾ ഇവിടെ പരീക്ഷയിൽ പാസ്സായിട്ട് പോലും പുറത്തു നിൽക്കേണ്ട ഒരു ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജയ് ഘോഷിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും നേരിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിനിടയാക്കി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, വിനോദ് ചെറാട്, അജാസ് കുഴൽമന്ദം,
ഗൗജ വിജയൻ, സ്മിജ, വിപിൻ ഗൗതം, ജിതേഷ്, PT അജ്മൽ, ദിലീപ് നെല്ലിയാമ്പതി, ഡിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐയുടെ കൈത്താങ്ങ്. മുണ്ടായ പെരുമനത്തുപറമ്പിൽ ഹരിനാരായണൻ്റെ മകൻ നിജിലിൻ്റെ ചികിത്സയ്ക്കായി 1 മാസം കൊണ്ട് സ്ക്രാപ്പ് കളക്ഷൻ, ബിരിയാണി ചലഞ്ച്, പായസം ഫെസ്റ്റ്, ഹുണ്ടിക പിരിവ് എന്നിവയിലൂടെ 1/2 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി സമാഹരിച്ചത്. ചെക്ക് ഡിവൈഎഫ്ഐ നേതാക്കൾ നിജിലിൻ്റെ സഹോദരന് കൈമാറി. യുവാവിൻ്റെ ചികിത്സയ്ക്കായി ഡിവൈഎഫ്ഐ സമാഹരിച്ച 1/2 കോടി രൂപയിൽ 9,76,565 രൂപ ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയാണ് സമാഹരിച്ചത്. ബുധനാഴ്ച രാവിലെ ഷൊർണൂർ കോപ്പറേറ്റീവ് ഈവനിംഗ് ശാഖ പരിസരത്ത് 1/2 കോടിയുടെ ചെക്ക് നിജിലിൻ്റെ സഹോദരന് കൈമാറി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫിൽ നിന്ന് നിജിലിൻ്റെ സഹോദരൻ ചെക്ക് ഏറ്റുവാങ്ങി. സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ്റെ ചികിത്സയാണ് മുന്നിലുള്ളത്. അങ്ങനെ ഒരു ചികിത്സയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയധികം പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ആശങ്കയെല്ലാം പാലക്കാട്ടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വം, അതിൻ്റെ പ്രവർത്തകരെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ പണം സ്വരൂപിച്ചത്. പാലക്കാട് നഗരത്തിൽ ഇതിൻ്റെ ഭാഗമായി ബക്കറ്റ് കളക്ഷന് ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ആവേശത്തോടെ തന്നെയാണ് അതിനുശേഷവും തുടർന്നുമൊക്കെ നമ്മുടെ സഖാക്കൾ പ്രവർത്തനത്തിലെത്തുന്നത്. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, M രൺധീഷ്, PV രതീഷ്, മിനി, TP ഷഫീഖ്, C രാകേഷ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, വിവേക്, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം MK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 80 ലക്ഷം രൂപയാണ് നിജിലിൻ്റെ ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിലെ ഹോട്ടലിൽ സംഘർഷം. കൊച്ചി പാലത്തിന് സമീപത്തെ കിസ്മിസ് ഹോട്ടലിലായിരുന്നു സംഘർഷം. സംഭവത്തിൽ 4 പേരെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശികളായ യുവാക്കളും പുതുശ്ശേരി സ്വദേശികളായ യുവാക്കളും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ യുവാക്കൾ ഹോട്ടൽ ഭാഗികമായി തകർത്തിട്ടുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണം നടന്നു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ടായിരുന്നു. നമ്മുടെ 5 ലക്ഷം രൂപയാണ് മെൻസ്ട്രൽ കപ്പിന് വകയിരുത്തിയിട്ടുള്ളത്. സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് സാനിറ്ററി പേഡുകളായിരുന്നു. ആ പേഡുകൾക്കൊക്കെ അതിനെ നശിപ്പിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും. അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്നത് 2ാമത്തെ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൊടുക്കുന്നത്. അത് കാരണം കുറെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപയാണ് മെൻസ്ട്രുവൽ കപ്പുകളുടെ വിതരണത്തിനായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മെൻസ്ട്രുവൽ കപ്പുകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായി. മാലതി, നാരായണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിന് സഫ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇന്ന് ദേശീയ വായനാ ദിനം. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വായനാ വാരാചരണത്തിനും ബുധനാഴ്ച തുടക്കമായി. ആഴമുള്ള വായനയും അറിവന്വേഷണവും കുറയുന്നത് സമൂഹത്തെ അപജയത്തിലേക്ക് നയിക്കുമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. പാലക്കാട് ജില്ലാതല വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K ബിനുമോൾ.
വായനയ്ക്ക് പഠനമുറികൾക്ക് പുറത്തും സമയവും സ്ഥാനവും ഉണ്ടാകണമെന്നും കെ ബിനുമോൾ പറഞ്ഞു. PN പണിക്കരുടെ സ്മരണാർത്ഥം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതുതലമുറ വായനയിൽ നിന്ന് അകന്നുപോകുന്നതിൻ്റെ കാരണവും പ്രതിവിധിയും കണ്ടെത്തേണ്ടതുണ്ടെന്ന് വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു. ആഴത്തിലുള്ള വായനയും അറിവിൻ്റെ അന്വേഷണവും കുറയുന്നത് വലിയ അപജയം സൃഷ്ടിക്കും. നല്ല മനുഷ്യരായി മാറ്റാൻ വായന കൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ. നല്ല മനുഷ്യരായി മാറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ ബോധ നിലവാരത്തിൽ മാറ്റമുണ്ടാവാൻ, നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവാൻ, സഹിഷ്ണുതയുണ്ടാവാൻ, അനുതാപം ഉണ്ടാവാൻ, ആർദ്രത ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് വായന കൊണ്ട് സാധിക്കും. അത് വായന കൊണ്ട് തന്നെയാണ് സാധ്യമാവുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം അതതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് എന്നുള്ളത് വായനയിലൂടെ വരുന്ന മനുഷ്യരുടെ സ്വഭാവ രീതിയും ശൈലിയും ഒക്കെ വെച്ച് നമുക്ക് വിലയിരുത്താനൊക്കെ സാധിക്കാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. കാഴ്ചപരിമിതർക്കിടയിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പുറത്തിറക്കുന്ന ബ്രൈൽ സാക്ഷരതാ പുസ്തക പ്രകാശനം കെ ബിനുമോളും അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S മോഹനപ്രിയയും ചേർന്ന് നിർവഹിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റും മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഭാഗം അധ്യാപകനുമായ VN ചന്ദ്രമോഹൻ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല സംഘം ജില്ലാ പ്രസിഡന്റ് TK നാരായണദാസ് വായനാദിന സന്ദേശം നൽകി. സാക്ഷരതാ പഠിതാക്കൾക്കായി തുടർ പഠനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി പഴയലക്കടി GSB സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിജ്ഞയായുള്ള കുട്ടികളെ കൊണ്ടും വലിയവരെ കൊണ്ടും നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിപ്പിക്കുക, അവിടുന്ന് കിട്ടുന്ന അറിവ് സമൂഹത്തിന് പകരട്ടെ എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. അപ്പോൾ ഈ ജൂൺ 19 എല്ലാ വർഷവും വായനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാം. അദ്ദേഹത്തിൻ്റെ ചരമ ദിനമായിരുന്നു ജൂൺ 19, 1995. പരിപാടിയിൽ PTA പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി. ചടങ്ങിൽ മണ്ണൂർ രാജകുമാരനുണ്ണിയെ സ്കൂൾ PTA കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. ഷിഫ ഫാത്തിമ പ്രതിജ്ഞ ചൊല്ലി. വാർഡംഗം സുഹറ, അധ്യാപകൻ വെങ്കിടേശ്വരൻ, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി, SMC ചെയർമാൻ അബ്ദുൽ സലാം, ഷുഹൈബ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക നിഷ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ജനകീയ വായനശാലയിൽ വായനാ പക്ഷാചരണം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ P പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. IM സതീശൻ സ്വാഗതം പറഞ്ഞു. വായനയുടെ ശക്തി എന്ന വിഷയത്തിൽ സതി ടീച്ചർ പ്രഭാഷണം നടത്തി. ഫാത്തിമത്ത് സുഹറ, S ശ്രീജ, M വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PK ശശികുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഹൈസ്കൂളിൽ വായനാ വാരാഘോഷത്തിന് തുടക്കമായി. വായനാ വാരാഘോഷ പരിപാടികൾ കവയത്രിയും അധ്യാപികയുമായ തുളസി കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മറക്കുട പിടിച്ച് നടക്കേണ്ടവളാണ്, പുറത്തിറങ്ങി നടക്കുന്നതിന് 10 ആളെ കൂട്ടി നടക്കേണ്ടവളാണ്, ഭർത്താവിന്റെ അടുത്തൊന്നിരുന്ന് സംസാരിക്കാൻ പോലും അനുമതിയില്ലാത്തവളാണ്, ഒരു പേജ് പുസ്തകം വായിക്കാൻ അറിവില്ല, അതിന് അനുമതിയില്ലാത്തവളായിരുന്നു അതിലെ കഥാപാത്രം. ആ കഥാപാത്രം ജീവിച്ചിരുന്ന കഥാപാത്രമാണ്. ലളിതാംബിക അന്തർജനം എഴുതിയത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ. സ്കൂളിലെ അറബിക് ക്ലബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, സംസ്കൃതം ക്ലബ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് വായനാ വാരാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പ്രധാനാധ്യാപിക P രാധിക അധ്യക്ഷയായി. ക്വിസ്, പുസ്തക പരിചയം, വായനാ ബോധവൽക്കരണം, പത്രവായന, നോട്ടീസ് ബോർഡ് പതിക്കൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. ക്യൂസ് മത്സരത്തിൽ അവിനാശ് P നായർ, ലാൽ കൃഷ്ണൻ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങളും, C ഫാത്തിമ ഫിസ, ശ്രീഭദ്ര K ഉണ്ണി, TU ഷഹദ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അധ്യാപകരായ VM നൌഷാദ്, K കൃഷ്ണൻകുട്ടി, R കവിത, AT ഹരിപ്രസാദ്, K സജിൻ, ഗൈഡ് ലീഡർ PS അശ്വതി, ശ്രീഹരി കേരളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വിദ്യാർത്ഥി മനസ്സുകളിൽ ആസ്വാദനത്തിൻ്റെ ആവേശം നിറച്ച് കലാമണ്ഡലം വേണിയുടെ മോഹിനിയാട്ടം. വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പീക്ക് മാക്കോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സോദാഹരണ ക്ലാസ്സിലാണ് മോഹിനിയാട്ടം അരങ്ങേറിയത്. കലാമണ്ഡലം ശൈലിയിലാണ് നൃത്തകലാകാരി വേണിയുടെ മോഹിനിയാട്ടം അരങ്ങിലെത്തിയത്. നൃത്തശൈലി മനസ്സിലാക്കുന്നതിനോടൊപ്പം നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമായിരുന്നു സോദാഹരണ ക്ലാസ്. നൃത്തം എന്താണ്? എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഡാൻസ്. അതിൻ്റെ നൃത്തത്തിൻ്റെ ഇംഗ്ലീഷാണ് ഡാൻസ്. നൃത്തം എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ കൈകാലുകൾ വളരെ ഭംഗിയായി, ശരീരം ഒക്കെ വളരെ ഭംഗിയായി ചലിപ്പിക്കുന്നതാണ് നൃത്തം, അല്ലേ? സ്പീക്ക് മാക്കയുടെ ആഭിമുഖ്യത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ നടന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് എം ഗീത, സ്പീക്ക് മാക്കെ കേരള കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, അധ്യാപിക വി ടി ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുരുക്കുംപറ്റയിലെ സ്വകാര്യ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതിനിടെ കല്ല് തെറിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിക്ക് ക്വാറി അധികൃതർ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെന്ന് പരാതി. ക്വാറി അധികൃതരുടെ നിസ്സംഗ നിലപാടിനെതിരെ സമരം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകുമെന്നും പരിക്കേറ്റ തൊഴിലാളിയുടെ കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023 ഡിസംബർ 23 ക്വാറിയിൽ വെച്ച് കല്ല് തെറിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളി ഇപ്പോഴും കോമ സ്റ്റേജിലാണ്. അപകടം നടന്ന തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാത്രമാണ് ക്വാറി പ്രതിനിധികൾ ഇടപെട്ടത്. എന്നാൽ മരുന്നിന്റെ തുക അന്നും നൽകിയിരുന്നില്ലെന്ന് പരിക്കേറ്റ തൊഴിലാളിയുടെ കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ക്വാറിക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ ശേഷം ക്വാറി ഉടമകൾ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടപെട്ട് ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ക്വാറിക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും തൊഴിലാളിയുടെ കുടുംബാംഗങ്ങളും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകും. ക്വാറിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. അവര് എല്ലാ ഇതും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. പിന്നെ അവര് അതിലൊക്കെ ഒന്നും ഒരു ബാധകമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ഞങ്ങളോട് എല്ലാ തെളിവും അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാം എഴുതി ഒപ്പിട്ട് തന്നാലാണ് പൈസ അടയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നതിന് ശേഷമാണ് ഇപ്പോൾ അവർ കുറച്ച് പൈസ അടച്ചത്. പിന്നെ ഇങ്ങനെ തരാന്ന് പറയുന്നല്ലാണ്ട് തരുന്നില്ല. അവർ വന്ന് നോക്കാൻ പോലും വരാതെ. ഫസ്റ്റിൽ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെയൊന്നല്ല, ഏതറ്റം വരെ ചെയ്യലും ഞങ്ങൾ പോയിട്ട് നോക്കാന്നുള്ളതാണ് പറഞ്ഞിട്ടാണ് അവർ തൃശ്ശൂർ ജൂബിലിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തത്. ഫസ്റ്റ് വെള്ളുവനാട് ആശുപത്രിയിൽ, അവിടുന്ന് ജൂബിലിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തത്. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വാർത്താസമ്മേളനത്തിൽ കെ ചന്ദ്രിക, കെ സന്ദീപ്, കെ സന്ധ്യ, കെ വാസു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ രൂക്ഷ വിമർശനം. LDF ജനങ്ങളിൽ നിന്ന് അകലുന്നതായി കൗൺസിലിന്റെ ആശങ്ക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിലയിരുത്തൽ. തിരുത്തൽ നടപടികളുണ്ടായില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ജില്ലാ കൗൺസിലിന്റെ മുന്നറിയിപ്പ്. +1 സീറ്റ് വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നിയമനിർമ്മാണ സഭ തല്ലിപ്പൊളിച്ചവർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് ജിനാസ്. കാരുണ്യത്തിന്റെ യുവത്വമായി DYFI. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്. വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച ₹2 കോടി യുവാവിന്റെ കുടുംബത്തിന് കൈമാറി. ഇന്ന് ദേശീയ വായനാ ദിനം. വായനാ ദിനാചരണം കേരള ഗ്രന്ഥശാല സംഘം ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ സ്മരണയിൽ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിനും തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്.
നമസ്കാരം.